യെസ്, ആ ചിത്രത്തിന്റെ ഇടതുവശത്ത് കാണുന്ന ഒരു നീല ഷീറ്റ് കാണാം. ആ ചിത്രം ഒന്ന് കാണിക്കൂ പ്ലീസ്. ആ ചിത്രം ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണിക്കൂ. ഫുൾ സ്ക്രീനിൽ ആ ചിത്രത്തിലെ ആ നീല ഷീറ്റിന് മുകളിലാണ് വിദ്യാർത്ഥി കയറിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ നീല ഷീറ്റിന് മുകളിൽ കുറച്ച് മുകളിലായിട്ടാണ് ഇലക്ട്രിക് ലൈൻ കാണുന്നത്. അപ്പോൾ എങ്ങനെ ആ നീല ഷീറ്റിൽ ഇലക്ട്രിസിറ്റി ലീക്കായി എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ആ നീല ഷീറ്റിന് ഒരു 10 അടിയോളം മുകളിലാണ് ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. പിന്നെ എങ്ങനെ അതിന് നടുവിലൂടെ ഒരു ലൈൻ പോകുന്നു എന്ന് പറയപ്പെടുന്നു. അത് പക്ഷേ ആ ചിത്രത്തിൽ വ്യക്തമല്ല. എന്തായാലും എങ്ങനെ ആ ഷോക്കേറ്റു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA ആവശ്യപ്പെടുന്നുണ്ട്. യെസ്, ലിജോ റോളൻസ് വീണ്ടും ചെയ്യുന്നത്. ലിജോ, നമുക്ക് ആ സ്കൂളിന്റെ ചിത്രം ലഭ്യമായിട്ടുണ്ട്. സ്കൂളിന്റെ ചിത്രത്തിൽ ഒരു പാർക്കിംഗ് പ്ലോട്ട് മാതിരി തോന്നുന്ന ഒരു സ്ഥലത്ത് ഒരു നീല ഷീറ്റ് വിരിച്ച ഒരു കെട്ടിടമുണ്ട്. അതിന് മുകളിലായിരിക്കും ഒരു പക്ഷേ ചെരുപ്പ് വീണിട്ടുണ്ടാവുക. അതിൽ കയറി നിൽക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ അപകടമുണ്ടായത്. ആ ചിത്രം കാണുമ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. ആ സ്കൂളിൽ വെച്ച് തന്നെ ആ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കാം ഒരുപക്ഷെ അപകടമുണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ അപകടം നടന്ന സ്കൂളിൽ, അതായത് അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഉടൻ തന്നെ നമുക്ക് നൽകാൻ കഴിയും. അത് കൃത്യമായി കാണാൻ സാധിക്കും. ഒരു ബെഞ്ച് എടുത്തിട്ടിട്ട് അതെടുക്കാൻ ഒരു ശ്രമം നടത്തുന്നതിനിടെയാണ് അവിടെ അപകടമുണ്ടായെന്നുള്ളതാണ് ആ ചിത്രം കാണുമ്പോൾ ആ ഒരു ദൃശ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നീല, അതായത് ആ വാഹനങ്ങളും മറ്റും വയ്ക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഒരു നീല ഷീറ്റിട്ട ഒരു ചെറിയ ഷെഡ് പോലെയുണ്ട്. അതിന് അവിടേക്ക് ഇറങ്ങി വരാനായിട്ട്, അതായത് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അത് എത്ര വേഗം കൊടുത്താൽ നമുക്ക് വ്യക്തമായി കാണാനും സാധിക്കും. അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആ സംഭവം എന്നുള്ളതാണ് ഒരു അനുമാനം. അവിടേക്ക് നല്ല താഴ്ന്നാണ്, അതായത് KSEB വൈദ്യുതി ലൈൻ വളരെ താഴ്ന്നാണ് അതുവഴി പോയിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് മറ്റ് പോസ്റ്റുകളോ ഒന്നുമില്ല. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ കുട്ടിക്ക് പോലും അത് എത്തിപ്പിടിക്കാവുന്നത്രയും അകലത്തിലാണ് ആ ഒരു വൈദ്യുതി കമ്പി പോയിരിക്കുന്നത് ഒരു സ്കൂളിന്റെ. അതായത് ആ വശത്തൂടെ ഒരു ഷീറ്റിട്ട ഒരു ഓടിട്ട കെട്ടിടമാണ്. ആ ഓടിട്ട കെട്ടിടത്തിൽ നിന്നും ആ കുട്ടികൾ ഒരുപക്ഷെ ആ വരാന്തയിൽ കളിച്ചുകൊണ്ട് നിന്ന സമയത്തായിരിക്കാം ഈ ചെരുപ്പ് അവിടേക്ക് വീഴുകയും അത്തരത്തിൽ ആ മിഥുന്റെ ചെരുപ്പ് അവിടെ വീണത് എടുക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ ഇറങ്ങുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ അവിടേക്ക് എത്തിപ്പിടിക്കാൻ ഒരു കമ്പും മറ്റുമൊക്കെയും അവിടെ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആയിരിക്കാം അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ. ആ ദൃശ്യങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു അനുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ദൃശ്യം കൃത്യമായി വൈദ്യുതി കമ്പി എത്രത്തോളം താഴ്ന്നാണ് ആ കിടക്കുന്നത് എന്നുള്ളത് ആ വീഡിയോ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ദൃശ്യങ്ങളിൽ ആ ദൃശ്യം ഉടൻ തന്നെ നമുക്ക് നൽകാൻ കഴിയും. ആ ദൃശ്യങ്ങളിൽ ഈ നീല ഷീറ്റിട്ട ആ പാർക്കിംഗ് പ്ലോട്ടിന്റെ തൊട്ടുമുകളിലൂടെ ഒരു ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നുണ്ട്. ആ ഇലക്ട്രിക് ലൈൻ വളരെ അപകടകരമായാണ്. സ്കൂളിന്റെ മേൽക്കൂരയ്ക്ക് തൊട്ട് താഴ്ന്നാണ്. അതായത് ആ മേൽക്കൂരയിൽ ആരെങ്കിലും കയറിയാൽ തീർച്ചയായിട്ടും ലൈനിൽ നിന്ന് ഷോക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രവുമല്ല, സ്കൂൾ കെട്ടിടത്തോട് ചേർന്നാണ് ആ ഇലക്ട്രിക് ലൈൻ പോകുന്നത്. ആ ഇലക്ട്രിക് ലൈൻ തീർച്ചയായിട്ടും അപകടകാരി തന്നെയാണ്. അതേക്കുറിച്ച് നാട്ടുകാർ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാത്ത KSEB അധികൃതരുടെ നിലപാട് വളരെ കൃത്യവിലോപമാണെന്ന് ചൂണ്ടിക്കാട്ടേണ്ടി വരും. എന്തായാലും ആ ദൃശ്യങ്ങൾ ഉടൻ തന്നെ നമുക്ക് സ്ക്രീനിലെത്തിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. അതായത് ഇപ്പോൾ ലിജോ റോളൻസ് പറഞ്ഞ ദൃശ്യങ്ങൾ, അതായത് വളരെ അപകടകരമായാണ് ലൈൻ പോകുന്നതെന്ന് കാണാൻ കഴിയും. സ്കൂളിനോട് ചേർന്നുള്ള ഇലക്ട്രിക് ലൈനാണ്. ആ ഇലക്ട്രിക് ലൈനിൽ നിന്ന് പല രീതിയിൽ ലൈനുകൾ തിരിഞ്ഞു പോകുന്നുണ്ട്. അതിലൊന്നാണ് സ്കൂളിൻ്റെ കെട്ടിടത്തിന് മുകളിലൂടെ വളരെ ചേർന്ന് ഒരു ലൈൻ പോകുന്നത്. ആ ലൈനിൽ നിന്നാണ് വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റതെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. ലിജോ റോളൻസ്, ലിജോ അവിടെ എത്തിയോ? അജിംസ് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗതം വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ. അതുകൊണ്ട് തന്നെയാണ് അവിടെ എത്താൻ സമയമെടുക്കുന്നത്. എന്തായാലും ഒരു 11:30 കൂടെ ആയിരിക്കും അവിടെ എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടുതൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എത്ര വലിയ ഒരു കൃത്യവിലോപമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു വീഴ്ചയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ആ ദൃശ്യങ്ങൾ കൂടെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കുട്ടികൾ, അതായത് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂള്, അതിന്റെ സ്കൂളിന്റെ ദൃശ്യങ്ങളിൽ നമുക്കാണ്. അതായത് ആ നീല ഷീറ്റിട്ട ആ ഷെഡിന് മുകളിൽ വളരെ താഴ്ന്നിട്ട്, അതായത് ഒരു കുട്ടിക്ക് കൈ ആ വിഷ്വൽ ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണിക്കൂ, പ്രേക്ഷകർ കാണാൻ പാകത്തിന് കാണിക്കൂ. യെസ്, ഇതാണ് അവസ്ഥ. ആ നീല ഷീറ്റിന് മുകളിലൂടെ കടന്നു പോകുന്ന ഒരു ഇലക്ട്രിക് ലൈൻ എത്ര താഴ്ന്നാണ് അത് പോകുന്നത് എന്ന് കാണാൻ കഴിയും. ഒരു വിദ്യാർത്ഥിയോ ആരെങ്കിലും